രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൽ രാധയുടെ പ്രണയം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോ മുഴുവൻ റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിക്കുന്നത്. കൊല്ലത്ത് കൊട്ടാരക്കരയിലുള്ള ഒരു അജീഷ് എന്ന കലാകാരൻ, മികച്ച കലാകാരൻ അജീഷ് എന്ന കലാകാരൻ എനിക്ക് നമ്മുടെ അവതരണ ഗാനമുണ്ടല്ലോ, രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ, അത് ഗിറ്റാറിനകത്ത് വായിച്ച് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, സാറേ ഇത് എൻ്റെ ഒരു കലാരൂപമാണ്, എന്നാൽ ആവുന്ന കണക്ക് ഞാൻ പാടിയിട്ടുണ്ട്, പക്ഷേ വളരെ ഭംഗിയായിട്ട് ചെയ്തു. അപ്പം അജീഷിൻ്റെ ആ ആലാപനം ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. അപ്പം മൊത്തം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ ഞാനത് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് എഡിറ്റ് ചെയ്ത് ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ കൊട്ടാരക്കരയിലുള്ള അജീഷ്, മിടുക്കനായ അജീഷ് രാധ ഞാൻ രാധ എന്ന നമ്മുടെ അവതരണകാരം നല്ല സൂപ്പറായിട്ട് അവതരിപ്പിക്കുകയാണ്. അജീഷെ കൺഗ്രാജുലേഷൻ. അതോടൊപ്പം ഒരുപാട് സ്നേഹവും ഞങ്ങൾക്ക് അജീഷിനോടുണ്ട്. രാധേ രാധയിലെ ഓരോ സബ്സ്ക്രൈബേഴ്സും അജീഷിനെ സ്നേഹിക്കുന്നു. അജീഷിൻ്റെ മനോഹരമായ ഈ കലാവിരുത് ആസ്വദിക്കൂ. അതിനുശേഷം നമുക്ക് തുടങ്ങാം.
രാധേ 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 ഓ 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 രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ രാധാ ഭക്തർക്കും പുണ്യാത്മാക്കളെ സ്വാഗതം. രാധയുടെ പ്രണയം 105-ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. രാധാറാണിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും അനുഗ്രഹത്താൽ ശ്രദ്ധിച്ച് കേൾക്കുക. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഈ 105 തൊട്ട് കണ്ടു തുടങ്ങുക. അതിന് മുമ്പുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് കാണുക. എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾ 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്, അത് കേൾക്കണം. ഒരു ശ്ലോകമെങ്കിലും വെച്ച് വീട്ടിൽ ചൊല്ലണം. ചൊല്ലാൻ ബുക്കില്ലാത്തവർ അത് കേട്ടാൽ മതി. ആ കേട്ട് അവിടെ പാടുന്നതിനനുസരിച്ച് നിങ്ങൾ കൂടെ പാടിയാൽ മതി. ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകും. ചൊവ്വാഴ്ചയാണ് രാധയുടെ പ്രണയം. വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ്. അത് ഒരിക്കലും നിങ്ങൾ കളയരുത്. രാധയുടെ പ്രണയം കാണുന്നവർ നിശ്ചയമായും അഷ്ടപതിയുടെ ക്ലാസ് കേൾക്കണം. അഷ്ടപതിയുടെ ക്ലാസ് കേൾക്കുന്നതോടുകൂടി നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഒഴിഞ്ഞു കിട്ടും. സാമ്പത്തിക ബുദ്ധിമുട്ട് ഒഴിഞ്ഞു കിട്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ വീട്ടിൽ സ്നേഹവും സന്തോഷവും ഒക്കെ വരും. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളപ്പോൾ പിന്നെ എങ്ങനെയാണ് മനുഷ്യനെ സ്നേഹിക്കാനും മറ്റും പറ്റുന്നത്? അപ്പോൾ സ്നേഹം വരണമെങ്കിൽ ആദ്യം സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണം. മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ചും അമ്മമാരെ, നിങ്ങൾ മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്ന ആരും, അമ്മമാരും അച്ഛന്മാരും വെള്ളിയാഴ്ചത്തെ ധർമ്മപദം കേട്ടിരിക്കണം. ആ ധർമ്മപദത്തിനനുസരിച്ച് ജീവിച്ച് ഈ ജന്മം തന്നെ മോക്ഷം നേടാൻ ശ്രമിക്കണം. അതാണ്. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. അതുകൂടാതെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളുണ്ട്. അത് ഞാൻ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. പിന്നെ കൊച്ചു കൊച്ചു കാര്യത്തിന് വിളിക്കരുത്. ഇപ്പോൾ ഇങ്ങനെ പൊരുത്തം നോക്കാൻ അങ്ങനെയുള്ള കാര്യത്തിന് വിളിക്കരുത്. സീരിയസ് ആയ കാര്യങ്ങൾക്ക്, നിങ്ങളുടെ വിവാഹം നടക്കുന്നില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട്, രോഗം കൊണ്ട് വലയുന്നു, അടിക്കടി അങ്ങ് പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഭർത്താവിന് സ്നേഹമില്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് നമ്മളോട് സ്നേഹമില്ല, അത്തരത്തിലുള്ള സീരിയസ് പ്രോബ്ലത്തിന് വിളിക്കുക. അപ്പോൾ നമുക്ക് രാധാറാണിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് രാധയുടെ പ്രണയം 105-ാമത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് എൻ്റെ എപ്പിസോഡുകൾ 1 മുതൽ 105 വരെ മുടങ്ങാതെ കണ്ടിട്ടുള്ളവര്, ഒരൊറ്റ എപ്പിസോഡ് പോലും വിടാതെ കണ്ടിട്ടുള്ളവർ ദയവ് ചെയ്ത് ഇതിന് ശേഷം എന്ത് ചെയ്യണം? എൻ്റെ വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് അയക്കണേ. അതിനകത്തൊരു കാര്യമുണ്ട്, അതുകൊണ്ടാണ്. 1 തൊട്ട് 105 വരെ ഇതുവരെ ഒരൊറ്റ എപ്പിസോഡും മുടങ്ങിയിട്ടില്ല എന്നുള്ളവർ, സത്യം രാധാറാണിയുടെ കാര്യമാകുമ്പോൾ ആരും കള്ള വയ്ക്കത്തില്ലല്ലോ. അപ്പം സത്യസന്ധമായിട്ട് നിങ്ങൾ എനിക്കൊരു എൻ്റെ വാട്സപ്പ് 9645333999 നിങ്ങൾ അയക്കുക. രാധാറാണിയെ കൊണ്ട് നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ അയക്കുക. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ കൂടെ വിളിച്ചോ, എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ ഇതിനകത്ത് ഒരിടത്തൊരിടത്തൊരു അച്ഛൻ ഉണ്ടായിരുന്നു എന്ന വീഡിയോ കേൾക്കണം. ഏയ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ എന്ന വീഡിയോ കേൾക്കണം. അഷ്ടാവക്ര ഗീത കൊടുത്തിട്ടുണ്ട്. നിശ്ചയമായും നിങ്ങൾ അഷ്ടാവക്ര ഗീത കാണണം. അപ്പം നമുക്ക് തുടങ്ങാം. അതേ കണക്ക് കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നുള്ളത് കൊണ്ട് കേൾക്കണം. ഇനി നമുക്ക് കടക്കാം. കഴിഞ്ഞ വട്ടം നമ്മൾ എവിടെയാണ് നിർത്തിയത്? സാത്യകിയെ തട്ടിക്കൊണ്ടുപോയ സത്യഭാമ.
സാത്യകിയെ തട്ടിക്കൊണ്ടുപോയ സത്യഭാമ സാത്യകിയുമായി ബലരാമൻ ജ്യേഷ്ഠന്റെ മുന്നിലെത്തുകയാണ്. അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠനെ കണ്ട് സാത്യകി ഇറങ്ങിച്ചെന്ന് ബലരാമൻ ജ്യേഷ്ഠനെ വന്ദിച്ചു. അപ്പോൾ പറഞ്ഞു, സാത്യകി നീയോ? നിന്നെ ആരാണ് തട്ടിക്കൊണ്ടുപോയത്? പറയൂ സാത്യകി, അവനെ ഈ നിമിഷം ഞാൻ വധിച്ചിരിക്കും. അപ്പോൾ ഒരു പൊട്ടിച്ചിരി കേട്ടു ബലരാമൻ ജ്യേഷ്ഠൻ. നോക്കിയപ്പോൾ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു, ബലരാമൻ ജ്യേഷ്ഠൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്നെ വധിച്ചുള്ളൂ. ഞാനാണ് സാത്യകിയെ തട്ടിക്കൊണ്ടുപോയത്. ഒരു നിമിഷം ബലരാമൻ ജ്യേഷ്ഠൻ അമ്പരന്ന് പോയി. എന്ത്, ഈ പെൺകുട്ടിയോ? അതീവ സുന്ദരിയായ ഈ പെൺകുട്ടിയോ? അപ്പോ പറഞ്ഞു, ഏയ് നീ തട്ടിക്കൊണ്ടുപോയെന്നോ? അപ്പോ പറഞ്ഞു, സാത്യകിയോട് ചോദിക്കൂ. അപ്പോൾ സാത്യകി പറഞ്ഞു, ശരിയാണ് ജ്യേഷ്ഠ, ഈ പെണ്ണാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ചോദിച്ചു, എന്തിനാണ് നീ തട്ടിക്കൊണ്ടുപോയത്? അപ്പോൾ പറഞ്ഞു, സാത്യകിയെ ജയസേനൻ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം പുഷ്കര തീർത്ഥത്തിലേക്ക് അഗ്രവനത്തിലേക്ക് പോകാൻ തീരുമാനിച്ച അന്ന് വധിക്കാൻ തീരുമാനിച്ചിരുന്നു. ഞാൻ ഇവനെ രക്ഷിച്ചത് ഇവന് വേണ്ടിയല്ല, കൃഷ്ണന് വേണ്ടിയാണ്. കൃഷ്ണൻ ഒരിക്കലും ഇവൻ നഷ്ടപ്പെടരുത്. അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ ചോദിച്ചു, നീ ആരാണ്? സത്യഭാമ പറഞ്ഞു, ജ്യേഷ്ഠ, എൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ, അപ്പോൾ അറിയാം ഞാൻ ആരാണെന്ന്. ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, നീ വേഗം പറയൂ, എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ സത്രാജിത്തിന്റെ മകള് സത്യഭാമ. ബലരാമൻ ജ്യേഷ്ഠൻ അമ്പരന്ന് പോയി. സത്രാജിത്തിന്റെ മകള് സത്യഭാമയാണോ? എന്തൊരു ധൈര്യമാണ് ഇവൾക്ക്! ഒരുത്തനെ തട്ടിക്കൊണ്ടുപോവുക, എന്നിട്ട് അവനുമായി തൻ്റെ മുമ്പിൽ വരിക, തൻ്റെ മുഖത്ത് നോക്കി പറയുക ഞാനാ തട്ടിക്കൊണ്ടുപോയതെന്ന്, എന്നിട്ട് പറയുക വേണമെങ്കിൽ എന്നെ വധിച്ചോ എന്ന് പറയുക. അതിൻ്റെ കൂടെ സത്യഭാമ പറയുന്നുണ്ട്, അങ്ങനെ എളുപ്പത്തിൽ എന്നെ വധിക്കാനും പറ്റില്ല എന്ന്. ഇവളിത് ആരാണപ്പനെ? അപ്പൊ ചോദിച്ചു, സത്യഭാമേ, നിനക്കെങ്ങനെ മനസ്സിലായി ജയസേനൻ തട്ടിക്കൊണ്ടുപോകുമെന്ന്? അപ്പോൾ സത്യഭാമ പറഞ്ഞു, രാധ എന്ന് പറഞ്ഞ പെണ്ണാൾ, സ്ത്രീയാണ് എനിക്ക് ഒരു സന്ദേശം അയച്ചത്. ബലരാമൻ ജ്യേഷ്ഠ, അതറിയാനാണ് ഞാൻ വന്നത്. ആരാണ് രാധ? രാധ എന്ന പേര് കേട്ടപ്പോഴേ ബലരാമൻ ജ്യേഷ്ഠൻ അമ്പരന്ന് പോയി. ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, രാധ, ഓ ഞങ്ങളുടെ രാധ, അവളെനിക്കെൻ്റെ കുഞ്ഞനുജത്തിയാണ് രാധ. അപ്പോൾ സത്യഭാമ പറഞ്ഞു, ഈ രാധയെക്കുറിച്ച് വിശദമായി അറിയാനോ? വിശദമായി പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. നീ ഒന്ന് മനസ്സിലാക്കുക, വൃന്ദാവനത്തിലെ രാജ്ഞിയാണ് രാധ. കൃഷ്ണന്റെ രാജ്ഞിയും രാധയാണ്. കൃഷ്ണൻ രുക്മിണിയെ കല്യാണം കഴിച്ചു, കൃഷ്ണൻ ശൈബിയെ കല്യാണം കഴിച്ചു. പക്ഷേ കല്യാണം കഴിക്കാത്ത രാധയാണ് അവന്റെ രാജ്ഞി എന്ന സത്യം നീ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ സത്യഭാമ ഒന്നും മിണ്ടാതെ രഥത്തിൽ കയറിയതിനു ശേഷം ബലരാമൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, ബലരാമൻ ജ്യേഷ്ഠ, ജീവിതത്തിൽ ആദ്യമായി സത്യഭാമ തനിക്കൊത്ത ഒരു എതിരാളിയെ കണ്ടിരിക്കുന്നു. ബലരാമൻ ജ്യേഷ്ഠൻ പൊട്ടി ചിരിച്ചു. ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, നിനക്കൊത്ത എതിരാളി രാധയെന്നോ? എന്താ സത്യഭാമേ, നിന്നെയും രാധയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. അവൾ സൂര്യനാണെങ്കിൽ നീ വെറും ഒരു പ്രകാശം മാത്രമാണ് സത്യഭാമേ. സത്യഭാമയുടെ മുഖം ചുവന്നു തുടുത്തു. ആ സമയത്ത് 2 വെള്ളരിപ്രാവുകൾ പറന്നു വന്നു. അതിൽ ഒരു പ്രാവ് ബലരാമൻ ജ്യേഷ്ഠന്റെ കയ്യിലിരുന്നു, രണ്ടാമത്തെ പ്രാവ് സത്യഭാമയുടെ കയ്യിലിരുന്നു. അവരുടെ കയ്യിൽ ഒരു സന്ദേശം ഉണ്ടായിരുന്നു. ആ സന്ദേശം അഴിച്ചു വായിച്ചു. ആ സന്ദേശത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ബലരാമൻ ജ്യേഷ്ഠന്റെ കയ്യിലിരുന്ന സന്ദേശം, സത്യഭാമയുടെ കയ്യിലിരുന്ന സന്ദേശം. ബലരാമൻ ജ്യേഷ്ഠൻ ആ സന്ദേശം വായിക്കുകയാണ്. ബലരാമൻ ജ്യേഷ്ഠ, കൃഷ്ണൻ പുഷ്കര തീർത്ഥത്തിലേക്ക് പൊയ്ക്കഴിഞ്ഞു. വേണമെങ്കിൽ ഒറ്റയ്ക്ക് കൗരവരുമായി പോരാടും. ജ്യേഷ്ഠൻ ചെന്നാലും ഇല്ലെങ്കിലും കൃഷ്ണൻ വിജയിക്കും. പക്ഷേ ജ്യേഷ്ഠന്റെ സാന്നിധ്യത്തിൽ കൃഷ്ണൻ വിജയിക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം അങ്ങെനിക്ക് ജ്യേഷ്ഠൻ മാത്രമല്ല, പിതൃതുല്യനാണ്. കൃഷ്ണൻ എവിടെ വിജയമുണ്ടെങ്കിലും
അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബലരാമൻ ജ്യേഷ്ഠ കൃഷ്ണന്റെ അടുക്കൽ എത്തുന്നത് വരെ സുരപാനം നിർത്തിയെന്നറിഞ്ഞു. സന്തോഷം. വേഗം പോയിക്കൊള്ളൂ ബലരാമൻ ജ്യേഷ്ഠ. ജ്യേഷ്ഠന് സുഖമാണല്ലോ, ജ്യേഷ്ഠത്തിക്കും സുഖമാണല്ലോ എന്ന് രാധ. ഈ സമയത്ത് ബലരാമൻ പറഞ്ഞു, എനിക്കിനി ഒന്നും നോക്കാനില്ല. രാധ പറഞ്ഞിരിക്കുകയാണ്, പോകൂ, പുഷ്കര തീർത്ഥത്തിലേക്ക് പോകൂ. ബലരാമനെ വഹിച്ചുകൊണ്ടിരുന്ന കുതിരകൾ അതിവേഗം പായാൻ തുടങ്ങി. അതോടൊപ്പം യാദവ സൈന്യം ഒന്നടങ്കം പോവുകയാണ് പുഷ്കര തീർത്ഥത്തിലേക്ക്. കൃഷ്ണൻ പുഷ്കര തീർത്ഥം പിടിച്ചെടുക്കാൻ പോയിരിക്കുകയാണ്. അവിടെ വെച്ച് കൗരവ സൈന്യം ദ്രോണരും ദുര്യോധനനും കർണനും ഭീഷ്മരും വന്നാൽ അവരെ എതിരിടണം. എതിരിട്ട് തോപ്പിക്കുവാൻ വേണ്ടി യാദവ സൈന്യം കുതിക്കുകയാണ് കൃഷ്ണന്റെ അടുക്കലേക്ക്. ഈ സമയത്ത് സത്യഭാമ തനിക്ക് കിട്ടിയ ആ സന്ദേശം വായിച്ചു. അതിനകത്ത് എഴുതിയിരിക്കുന്നു നന്ദി. ആദ്യത്തെ വാചകം അതാണ്, നന്ദി. സത്യഭാമേ, നമുക്കൊത്ത കൂട്ടുകാരിയാണ് കണ്ടെത്തേണ്ടത്, നമുക്കൊത്ത എതിരാളിയെ അല്ല. സത്യഭാമ ഞെട്ടിത്തിരിച്ചിരുന്നു പോയി. ഞാൻ ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ, ഈ വാക്കുകൾ സന്ദേശം അയക്കുന്നതിന് മുമ്പ് എങ്ങനെ മനസ്സിലാക്കി? ഞാൻ ഈ വാക്കുകൾ പറയുന്നതിന് മുമ്പാണ് രാധ നിശ്ചയമായും സന്ദേശം അയച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വാക്കുകൾ ഉച്ചരിക്കുമെന്ന് എങ്ങനെ മനസ്സിലായി? രാധ സാധാരണ സ്ത്രീയല്ല, രാധ സാധാരണ സ്ത്രീയല്ല. വീണ്ടും സന്ദേശം വായിച്ചു. ആ സന്ദേശം ഇതാണ്, നന്ദി ഭാമേ, നന്ദി. നമുക്കൊത്ത എതിരാളിയല്ല, നമുക്കൊത്ത സുഹൃത്തിനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സത്യഭാമേ, നീ ഞാൻ തന്നെയാണ്, നീ ഞാൻ തന്നെയാണ്. കൃഷ്ണനെ സ്നേഹിക്കുന്ന എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ആ വാചകം സത്യഭാമയുടെ ചെവിയിൽ അലയടിച്ചുകൊണ്ടിരുന്നു. സത്യഭാമയും വഹിച്ചുകൊണ്ട് രഥം സത്രാജിത്തിന്റെ അടുക്കലേക്ക് പായുകയാണ്. പക്ഷേ ആ രഥത്തിൽ ഇരിക്കുമ്പോഴും സത്യഭാമയുടെ ചെവിയിൽ മുഴങ്ങുകയാണ്, ഞാൻ നീ തന്നെയാണ്, ഞാൻ നീ തന്നെയാണ്, നീ ഞാൻ തന്നെയാണ് സത്യഭാമേ. എത്ര ചിന്തിച്ചിട്ടും അതിൻ്റെ പൊരുൾ മനസ്സിലാകുന്നില്ല. എന്തു ചെയ്തിട്ടും അതിൻ്റെ പൊരുള് മനസ്സിലാകുന്നില്ല. ഈ സമയത്ത് കൃഷ്ണൻ തനിച്ചു പുഷ്കര തീർത്ഥത്തിലേക്ക് പോയിക്കഴിഞ്ഞു. എല്ലാവരും പറഞ്ഞു, കൃഷ്ണ ഒറ്റയ്ക്ക് പോകരുത്. കൃഷ്ണൻ പറഞ്ഞു, ആരും വരണ്ട, ഞാൻ മാത്രമാണ് പോകുന്നത്. കൃഷ്ണന്റെ വാക്കുകളെ ധിക്കരിക്കാൻ ആർക്കും കഴിയില്ല. കൃഷ്ണൻ തന്റെ രഥം അതിവേഗം പുഷ്കര തീർത്ഥത്തിലേക്ക് പായിച്ചു. കൃഷ്ണനൊരു ഉദ്ദേശമുണ്ടായിരുന്നു, കൗരവ സൈന്യം മുഴുവനുമായിട്ട് യുദ്ധം വേണ്ട, ഒറ്റയ്ക്ക് ദുര്യോധനനെ വിളിക്കുക. കാരണം ദുര്യോധനനാണ് ഇത് പിടിച്ചടക്കിയത്. അവനുമായിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? യുദ്ധം ചെയ്യേണ്ടത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ യുദ്ധത്തിന് വേണ്ടുന്ന ഒരു സന്നാഹങ്ങളുമില്ല. കൃഷ്ണനെ കണ്ട് കാവൽക്കാരൻ വാതിൽ തുറന്നു. അവിടെ മറ്റൊരു രഥമുണ്ട്. അതിൽ നിന്ന് ഇതാ ഒരാൾ ഇറങ്ങി വരുന്നു കൃഷ്ണനെ സ്വീകരിക്കാൻ. അത് മറ്റാരുമല്ല, സാക്ഷാൽ ദ്രോണാചാര്യർ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. കൃഷ്ണന് വല്ലാത്ത അത്ഭുതം തോന്നി. ദ്രോണാചാര്യർ പുഞ്ചിരിച്ചു കൊണ്ടുവന്നു, കൃഷ്ണനെ വിളിച്ചകത്തിരുത്തി. എന്നിട്ട് പറഞ്ഞു, വസുദേവ കൃഷ്ണ, കണ്ടതിൽ സന്തോഷം. പുഷ്കര തീർത്ഥം ഒറ്റയ്ക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി വന്നതാണോ കൃഷ്ണ? കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഞാനൊന്നും പിടിച്ചെടുക്കാറില്ല, പക്ഷേ എന്നിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് വീണ്ടെടുക്കാറുണ്ട്. അതിന് കഴിയുന്നത്ര യുദ്ധത്തിന്റെ രീതി ഞാൻ നോക്കാറില്ല. അപ്പോൾ ദ്രോണാചാര്യർ പറഞ്ഞു, നീ ഒറ്റയ്ക്ക് വന്നാൽ ഞങ്ങൾ ഈ രാജ്യം നിന്റെ കൈകളിലേക്ക് വെച്ചു തരുമെന്ന് നീ കരുതിയോ? അപ്പോൾ പറഞ്ഞു, ധർമ്മത്തിന്റെ അധിപനാണ് ഭീഷ്മര്, ധർമ്മത്തിൽ അങ്ങും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും എതിർക്കില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ
ദുര്യോധനനുമായി മാത്രം പോരാടി ഒരു വലിയ യുദ്ധം ഒഴിവാക്കാമെന്ന് കരുതി. അപ്പോൾ ചോദിച്ചു, അല്ല, ഈ ദുര്യോധനൻ അതിനെ സമ്മതിക്കും എന്ന് നീ കരുതിയോ കൃഷ്ണ? അപ്പോൾ പറഞ്ഞു, ദുര്യോധനൻ എന്നെ സമ്മതിക്കുമോ ഇല്ലയോ? അല്ലയോ ദ്രോണാചാര്യരെ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രതീക്ഷകളുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കാരണവശാലും ഭയവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദ്രോണാചാര്യര് വീണ്ടും ഒന്ന് പുഞ്ചിരിച്ചു. ഇവൻ ഞാൻ വിചാരിക്കുന്നത് പോലെയല്ല, ഇവൻ അസാമാന്യനാണ് എന്ന് ദ്രോണാചാര്യർക്ക് മനസ്സിലായി. അപ്പോൾ ദ്രോണാചാര്യര് ചോദിച്ചു, അല്ല കൃഷ്ണ, നീ എന്തിനാണ് ശിഖണ്ഡിയെ എൻ്റെ അടുക്കലേക്ക് നീ പറഞ്ഞയച്ചത്? അപ്പോൾ കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു, ശിഖണ്ഡി അങ്ങയുടെ കയ്യിൽ സുരക്ഷിതനാണല്ലോ. അപ്പോൾ പറഞ്ഞു, അതെ, ഞാൻ അവനെ സ്ഥൂലകർണൻ എന്ന യക്ഷന്റെ അടുക്കലേക്ക് അയച്ചിരിക്കുകയാണ്. അവനെ ഒത്ത പുരുഷനാക്കി അവൻ മാറ്റിയെടുത്തിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ദ്രോണാചാര്യര് കൃഷ്ണനോട് ചോദിച്ചു, അല്ല കൃഷ്ണ, എനിക്ക് മനസ്സിലാകുന്നില്ല, ഈ ശിഖണ്ഡിയെ ഞാൻ സ്വീകരിക്കുമെന്ന് നീ എങ്ങനെയാണ് കരുതിയത്? ശിഖണ്ഡി എന്നോട് പറഞ്ഞു, കൃഷ്ണനാണ് പറഞ്ഞത് ആരെ വന്ന് കാണാൻ, ദ്രോണരെ വന്ന് കാണണമെന്ന്. എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല. നീ എങ്ങനെയാണ് വിചാരിച്ചത് ഞാൻ എൻ്റെ ശത്രുവിൻ്റെ മകനെ സ്വീകരിക്കുമെന്ന് നീ കരുതിയത്? അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങൊരു ബ്രാഹ്മണനാണ്. ബ്രാഹ്മണൻ ഒരു കാരണവശാലും ആരോടും ശത്രുതയില്ല. അവൻ ഒരിക്കൽ പോലും ശത്രുക്കളുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ധർമ്മം സ്ഥാപിക്കുക എന്നതാണ് പ്രധാനം. അപ്പോൾ ദ്രോണാചാര്യർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിനക്കെന്തുകൊണ്ടാണ് ദ്രുപദനിൽ ഇത്രയും വലിയ താല്പര്യം? ദ്രുപദന്റെ മകനെ എൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നു. നീ എന്തുകൊണ്ടാണ് പാഞ്ചാലിയുടെ പിതാവായ ദ്രുപദനോട് ഇത്രയും സ്നേഹം? കൃഷ്ണൻ അനായാസം മറുപടി പറഞ്ഞു, നോക്കൂ ദ്രുപദൻ, ധർമ്മത്തിന് അനേകായിരം തൂണുകളുണ്ട് ആചാര്യ. അതിനകത്ത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തൂണാണ് ഈ ദ്രുപദൻ എന്ന് പറയുന്നത്. ധർമ്മം സ്ഥാപിക്കാൻ അത് അത്യാവശ്യമാണ്. അപ്പൊ ദ്രോണര് പറഞ്ഞു, കൃഷ്ണ, നീ എപ്പോഴും ധർമ്മത്തെ കുറിച്ച് പറയുന്നു. സത്യത്തിൽ കൃഷ്ണ, ധർമ്മം എന്നാൽ എന്താണ്? അപ്പൊ കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അങ്ങ് ദ്രുപദനെ വെറുക്കുന്നു. പക്ഷേ ദ്രുപദന്റെ മകൻ അങ്ങയുടെ അടുക്കൽ വന്നപ്പോൾ അവനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു. അത് ധർമ്മമാണ് ആചാര്യ. അങ്ങ് ദുര്യോധനനെ സ്നേഹിക്കുന്നു. എന്നിട്ടും ഈ പുഷ്കര തീർത്ഥം എനിക്ക് സമ്മാനിക്കാൻ വേണ്ടി ഇവിടെ വരുന്നു. ദുര്യോധനൻ ആദ്യമായി പിടിച്ചടക്കിയതാണ് ഈ പുഷ്കര തീർത്ഥം. അങ്ങ് ദുര്യോധനനെ സ്നേഹിച്ചിട്ടും അങ്ങ് എന്ത് ചെയ്യുന്നു? എൻ്റെ അടുക്കലേക്ക് വരുന്നു, പുഷ്കര തീർത്ഥം എൻ്റെ കയ്യിൽ വെച്ചു തരാൻ. അതിൻ്റെ പേരാണ് ആചാര്യ ധർമ്മം എന്ന് പറയുന്നത്. അദ്ദേഹം മനസ്സിലാക്കി, ഇവൻ അസാമാന്യനാണെന്ന് മനസ്സിലാക്കി. പക്ഷെ അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, ദ്രുപദന്റെ മകനെ ഞാൻ സ്വീകരിച്ചു. പക്ഷേ ദ്രുപദനെ എനിക്കൊരിക്കലും സ്വീകരിക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആചാര്യ? അപ്പോൾ ചോദിച്ചു, എന്താണ് ചോദിക്കേണ്ടത്? ആചാര്യ, അങ്ങനെയാണെങ്കിൽ ദുര്യോധനൻ പാഞ്ചാലിയെ വിവാഹം ചെയ്താലോ? പാഞ്ചാലിയെ വിവാഹം ചെയ്ത്, അല്ല പാഞ്ചാലിയല്ല, അന്ന് പാഞ്ചാലി ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദുര്യോധനൻ ദ്രൗപദിയെ വിവാഹം ചെയ്താലോ? ദ്രൗപദി ആ കൊട്ടാരത്തിലേക്ക് വന്നാലോ? അപ്പോൾ അങ്ങയുടെ നിലപാട് എന്തായിരിക്കും? ദ്രോണാചാര്യരുടെ മുഖം മങ്ങി. ദ്രോണാചാര്യർ അവിടുന്ന് എഴുന്നേറ്റിട്ട് ദ്രോണാചാര്യർ പറഞ്ഞു, കൃഷ്ണ, അങ്ങനെ സംഭവിച്ചാൽ ദ്രൗപദി എൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നാൽ ആ നിമിഷം കുരുവംശവുമായുള്ള എൻ്റെ ബന്ധം തീർന്നിരിക്കും. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു,
കുരുവംശവുമായുള്ള അങ്ങയുടെ ബന്ധം എന്നും തുടരാനിടയായിക്കൊള്ളട്ടെ. ആചാര്യ, എനിക്കൊരപേക്ഷയുണ്ട്. കുറച്ചു നാളത്തേക്ക് ശിഖണ്ഡിയെ ഇവിടെ ആവശ്യമുണ്ട്. കാരണം ദ്രൗപദിയുടെ സ്വയംവരമാണ്, അവനെ വിട്ടുതരണം. ദ്രോണാചാര്യര് പറഞ്ഞു, അങ്ങനെ ആയിക്കൊള്ളട്ടെ കൃഷ്ണ, നീ എനിക്ക് മിത്രമാണ്. കൃഷ്ണൻ പറഞ്ഞു, അങ്ങും എനിക്ക് മിത്രമാണ്. ദ്രോണാചാര്യർ കൃഷ്ണനെ ആശ്ലേഷിച്ചു, കൃഷ്ണൻ ദ്രോണരെയും ആശ്ലേഷിച്ചു. എന്നിട്ട് കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് അവിടുന്ന് നടന്ന് തൻ്റെ രഥത്തിലേക്ക് കയറി. ഇത് കണ്ടുകൊണ്ട് ദ്രോണര് നിൽക്കുകയാണ്. കൃഷ്ണൻ രഥമോടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ ദ്രോണര് മനസ്സിൽ പറഞ്ഞു, ഇവൻ ആര്യാവർത്തം മുഴുവൻ കീഴടക്കാൻ വന്നവനാണ്. ഇവന്റെ കയ്യിലായിരിക്കും ഇനി ആര്യാവർത്തത്തിന്റെ ഭാവി. ഈ സമയത്ത് വൃന്ദാവനത്തിൽ രാധാറാണിയുടെ അടുക്കൽ നല്ല ഗാഠനിദ്രയിലാണ് ഏകാനാംശ. ഗാഠനിദ്രയിൽ കിടക്കുകയാണ്. അപ്പോൾ ഏകാനാംശ ഇങ്ങനെ കേൾക്കുകയാണ്. രാധാറാണി ഉറക്കത്തിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു. ആ സംസാരം കേട്ട് ഏകാനാംശ ഒന്ന് കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോൾ രാധാറാണി ഉറക്കത്തിൽ പറയുകയാണ്, കൃഷ്ണ കൃഷ്ണ, നീ രാധാകുണ്ടിലേക്ക് വാ, നീ രാധാകുണ്ടിലേക്ക് വാ, എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്നെ കാണണം കൃഷ്ണ. അപ്പോൾ ഏതോ ഒരു ശബ്ദം മുഴങ്ങുന്നത് പോലെ തോന്നി. എന്തു മറുപടിയാണ് കിട്ടിയതെന്നറിയില്ല. പക്ഷേ രാധാറാണി ഒരു പുഞ്ചിരിച്ചു. പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയാം നീ വരുമെന്ന്. പ്രകൃതിയിലെ എല്ലാ ജീവികളും ഉറങ്ങിക്കഴിഞ്ഞു കൃഷ്ണ. നീ വരൂ, നീ രാധാകുണ്ടിലേക്ക് വരൂ. നമുക്ക് രാധാകുണ്ടിലും ശ്യാമകുണ്ടിലും നീന്തി തുടിക്കാം കൃഷ്ണ. ഈ സമയത്ത് തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഏകാനാംശ ഒരു കാഴ്ച കാണുകയാണ്. ഏകാനാംശ കാണുകയാണ്. രാധാറാണിയുടെ ദേഹത്ത് നിന്ന് ഒരു പുകമഞ്ഞു പോലെ ഒന്നിങ്ങനെ ഉയരുന്നു. ആ പുകമഞ്ഞു പോലെ വന്നിട്ട് അതിതാ ഒരു രൂപം പ്രാപിക്കുന്നു. അസാമാന്യമായ കണ്ണഞ്ചിക്കുന്ന പ്രകാശമുള്ള മറ്റൊരു രാധ. അത്ഭുതപ്പെട്ടു പോയി ഏകാനാംശ നോക്കിയപ്പോൾ രണ്ട് രാധ. അതെ, ഇതിലേതാണ് സത്യം? ഒരു രാധ കട്ടിലിൽ കിടക്കുന്നു, ഒരു രാധ അസാമാന്യമായ തേജസ്സോടുകൂടി ഈ ശരീരത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അതിനു മുമ്പ് ആ ശരീരത്തിൽ കിടന്നുറങ്ങിയതുപോലെ അസാമാന്യമായ തേജസ്. തൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോലും പോകുമോ എന്ന് തോന്നി. എന്തൊരു തേജസ്സാണ്, എന്തൊരു തേജസ്സാണ്. ആ രൂപം നടന്നു പോകുന്നു. ഇവരെങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇതിൻ്റെ പിന്നാലെ പോകണം എന്ന് ഏകാനാംശ കരുതി. ഏകാനാംശ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചു. ഞെട്ടിപ്പോയി. എത്ര ശ്രമിച്ചിട്ടും ഏകാനാംശയ്ക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയുന്നില്ല. ഏകാനാംശ വിചാരിക്കുകയാണ്, ഇതെന്തൊരത്ഭുതം. എനിക്ക് എന്തുകൊണ്ടാണ് എഴുന്നേക്കാൻ പറ്റാത്തത്? എൻ്റെ കൈക്കും കാലിനും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏകാനാംശ തൻ്റെ കൈകൾ കുടഞ്ഞു നോക്കി. ഇല്ല, തൻ്റെ കൈകൾക്ക് ഒരു കുഴപ്പവുമില്ല. ഏകാനാംശ തൻ്റെ കാലുകൾ കുടഞ്ഞു നോക്കി. ഇല്ല, ഒരു കുഴപ്പവുമില്ല. പക്ഷേ എഴുന്നേക്കാൻ കഴിയുന്നില്ല. പക്ഷേ വളരെ പെട്ടെന്ന് ആരോ തൻ്റെ കണ്ണുകളിലേക്ക് ഉറക്കം തരുന്നത് പോലെ, ഗാഠനിദ്രയിൽ ലയിക്കുന്നത് പോലെ അതേ ഏകാനാംശയുടെ കണ്ണുകൾ അടഞ്ഞു. പിന്നെ ഏകാനാംശയ്ക്ക് ഒന്നും ഓർമ്മയില്ല. ഏകാനാംശ രാവിലെ കണ്ണു തുറന്ന നിമിഷം ഏകാനാംശ നോക്കിയത് രാധാറാണിയാണ്. തൊട്ടടുത്ത് രാധാറാണി സുഖമായി കിടക്കുന്നു. ആകെ ആശയക്കുഴപ്പത്തിലായി. ഇന്നലെ ഞാൻ കണ്ടത് സ്വപ്നമാണോ അതോ സത്യമാണോ? രാധാകുണ്ട്, ശ്യാമകുണ്ട്. അപ്പോൾ അപ്പോൾ പറഞ്ഞു, വിശാഖയെ പിടിച്ചാൽ മാത്രമേ ഇതറിയാൻ പറ്റൂ. ഏകാനാംശ എഴുന്നേറ്റിട്ട് മുഖമൊക്കെ കഴുകി സ്നാനം ചെയ്തു. അതിനുശേഷം വിശാഖയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. പതിവില്ലാതെ തൻ്റെ വീട്ടിലേക്ക് നടന്നു വരുന്ന ആളിനെ കണ്ട് വിശാഖ അമ്പരന്ന് പോയി. വിശാഖ പറഞ്ഞു, ഇതാരാണ്? ഏകാനാംശയോ? അപ്പോൾ ഏകാനാംശ വിശാഖയുടെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ആ തണൽ മരത്തിന്റെ ചുവട്ടിലേക്ക് മാറിയിരിക്കാം.
ആ തണൽ മരത്തിന്റെ ചുവട്ടിലേക്ക് പോയി. ഏകാനാംശയ്ക്ക് എന്തോ ഗൗരവമായി ചോദിക്കാനുണ്ട് എന്ന് വിശാഖയ്ക്ക് മനസ്സിലായി. വിശാഖ പറഞ്ഞു, എന്താണ് ഏകാനാംശയെ നിനക്ക് ചോദിക്കാനുള്ളത്? ഏകാനാംശ പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു കാഴ്ച കണ്ടു. ഉറക്കത്തിൽ രാധാകുണ്ടിനെയും ശ്യാമകുണ്ടിനെയും കുറിച്ച് പറയുന്നു. രാധയുടെ ദേഹത്ത് നിന്ന് അസാമാന്യമായ തേജസ്സുള്ള ഒരു പ്രകാശം ഉയർന്നു പൊങ്ങുന്നു. വിശാഖെ, എന്താണ് രാധാകുണ്ട്? എന്താണ് ശ്യാമകുണ്ട്? എനിക്കറിയണം. അത് എവിടെയാണെന്നും എനിക്കറിയണം വിശാഖേ. വിശാഖ പറഞ്ഞു, രാധാറാണി ഒരു സാധാരണ സ്ത്രീയാണെന്ന് കരുതരുത്. രാധാറാണി അസാധാരണമായ സ്ത്രീയാണ്. വൃന്ദാവനത്തിലെ ഓരോ ജനങ്ങൾക്കും അതറിയാം. ഇതിനു മുമ്പ് നാരായണ ക്ഷേത്രത്തിൽ താമര കൊണ്ട് അർച്ചന നടത്തിയപ്പോൾ ആ താമര രാധാറാണിയുടെ പാദത്തിൽ വന്ന് വീണത് ഞങ്ങൾ കണ്ടതാണ്. നിനക്കറിയാമോ, രാധാകുണ്ടും ശ്യാമകുണ്ടും ഞങ്ങളുടെ വിശുദ്ധമായ 2 തടാകങ്ങളാണ്. അതീവ വിശുദ്ധമാണത്. നിന്നോട് ഞാനൊരു കാര്യം പറയാം. ഒരു കാർത്തിക മാസത്തിലെ ഒരു ദിവസം രാത്രി ഞങ്ങൾ രാസലീലയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. എവിടെ? ഇന്നത്തെ രാധാകുണ്ടിന്റെ സമീപം. അന്ന് രാധാകുണ്ട് വന്നിട്ടില്ല. ആ രാധാകുണ്ടിന്റെ സമീപം ഞങ്ങൾ രാസലീലയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഗോപികമാരെല്ലാം ഉണ്ട്, രാധയുമുണ്ട്, കൃഷ്ണനുമുണ്ട്. ആ സമയത്ത് കംസ മഹാരാജാവ് കൃഷ്ണനെ നശിപ്പിക്കാനും വൃന്ദാവനത്തെ നശിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു. അപ്പോൾ എന്തു ചെയ്തു എന്നറിയാമോ? കംസനറിയാം കൃഷ്ണനും കൃഷ്ണന്റെ ഗോപികമാരും ഒന്നിച്ചു കൂടുന്നത് രാസലീല സമയത്താണ്. അവിടെ കംസന്റെ കൂടെ ഒരു താന്ത്രിക് യോഗിയുണ്ട്. ആ താന്ത്രിക് യോഗിയുടെ പേരാണ് അരിഷ്ടൻ. അരിഷ്ടന് ഏത് രൂപവും സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ കംസൻ അരിഷ്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, നീ ഒരു കാളയുടെ രൂപം പൂണ്ട് വൃന്ദാവനത്തിൽ പ്രവേശിക്കണം. കാരണം വൃന്ദാവന നിവാസികൾക്ക് പശുവും കാളയും വളരെ പ്രിയപ്പെട്ടതാണ്. നീ അവിടെ മുഴുവനും നശിപ്പിക്കണം. കാരണം കാളയെ കൊല്ലാൻ കൃഷ്ണൻ മുതിരില്ല, ഒരു കാരണവശാലും തയ്യാറാവില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി ഈ അസുരനുണ്ടല്ലോ ഏകാനാംശേ, അവൻ അസുരനെന്നും പറയാൻ പറ്റില്ല, അവനൊരു താന്ത്രിക് യോഗിയാണ്. അവൻ എന്തു ചെയ്തു? വൃന്ദാവനത്തിൽ പ്രവേശിച്ചു. വൃന്ദാവനം മുഴുവൻ അവൻ ഇളക്കി മറിച്ചു. സന്യാസിമാരുടെ പർണശാലകൾ അവൻ തൻ്റെ കൊമ്പുകൊണ്ട് പൊക്കിയെടുത്ത് കളഞ്ഞു. അവിടുത്തെ വൃന്ദാവന നിവാസികളുടെ പല പല വീടുകളും അവൻ്റെ മുതുകത്ത് ഒരു വലിയ മുഴ പോലെയുണ്ട്. അതുകൊണ്ട് ആ വീടുകൾ അവൻ താങ്ങിയെടുത്ത് ദൂരെ എറിഞ്ഞു. കന്നുകാലിക്കൂട്ടങ്ങളെ തൻ്റെ കൊമ്പിൽ കോർത്തു. കയ്യിൽ കിട്ടിയ ഗോപന്മാരെ എല്ലാം ഉപദ്രവിച്ചു. അങ്ങനെ ഗോപന്മാര് പരിഭ്രാന്തരായി കൃഷ്ണന്റെ അഭയം പ്രാപിച്ചു. ഞങ്ങൾ രാസലീല തുടങ്ങാൻ പോകുമ്പോഴാണ് ആരുടെ വരവ്? ഗോപന്മാരുടെ വരവ്. ഗോപന്മാര് പറഞ്ഞു, കൃഷ്ണ രക്ഷിക്കണം, കൃഷ്ണ രക്ഷിക്കണം, ഞങ്ങളെ കൊല്ലാൻ ഒരു കാള വരുന്നു. കൃഷ്ണൻ പറഞ്ഞു, മാറിക്കൊള്ളൂ, അവനെ ഞാൻ രക്ഷിക്കും. കൃഷ്ണ, അവനെ ഞാൻ നോക്കിക്കൊള്ളാം. കൃഷ്ണ, അവൻ ഇങ്ങോട്ടേക്കാണ് പായുന്നത്. കൃഷ്ണൻ നോക്കിയപ്പോൾ ഒരു പടുകൂറ്റൻ കാള. ഏകാനാംശ അമ്പരന്ന് നിൽക്കുകയാണ്. ഏകാനാംശ പറഞ്ഞു, പടുകൂറ്റൻ കാളയോ? അതേ, വലിയ കൊമ്പുകളാണ് ഏകാനാംശേ, വലിയ കൊമ്പുകൾ. എന്തൊരു ശക്തിയാണ്! അവൻ കൊമ്പും കുലുക്കിക്കൊണ്ടുവന്നു. കൃഷ്ണൻ ഞങ്ങളെ അടുത്തുള്ള നിരുജ്ജങ്ങളിലേക്ക് മാറ്റിയതിനു ശേഷം കൃഷ്ണൻ ഒരു ഗുസ്തിക്കാരനെ പോലെ തൻ്റെ കൈകളൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ട് അതിനെ എതിരേറ്റു. അവൻ ഓടി വന്ന് കുത്താൻ വന്നു. ഏകാനാംശ കണ്ണുകൾ അടച്ചു കഴിഞ്ഞു, അത് കേൾക്കാൻ വയ്യാത്ത വിധത്തിൽ. അപ്പോൾ പറഞ്ഞു, നോക്കൂ ഏകാനാംശേ. ആ സമയത്ത് കൃഷ്ണൻ അവൻ്റെ കൊമ്പുകളിൽ പിടിച്ചു നിർത്തി.
പിന്നെ കൃഷ്ണനും അവനും തമ്മിൽ ഒരു മല്ല യുദ്ധമായിരുന്നു. കുറേ നേരം രണ്ടുപേരും തമ്മിൽ പോരാടി. ഒടുവിൽ എന്ത് സംഭവിച്ചു എന്നറിയാമോ? അവന്റെ ഒരു കൊമ്പ് പിഴുതെടുത്തു. അത് വെച്ച് കൃഷ്ണൻ അവനെ മർദ്ദിച്ചു. അവന്റെ കഴുത്തുണ്ടല്ലോ ഏകാനാംശേ, നമ്മൾ തുണി പിഴിയുന്നത് പോലെ കൃഷ്ണൻ അവന്റെ കഴുത്ത് പിടിച്ച് തിരിച്ചു. മലവും മൂത്രവും അവൻ വിസർജിക്കാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ അവൻ മരിച്ചു വീണു. ഏകാനാംശ ഒരു മാന്ത്രിക കഥ കേൾക്കുന്ന മട്ടിലിരിക്കുകയാണ്. വിശാഖ പറഞ്ഞു, ആ സമയത്ത് എല്ലാവരും കൃഷ്ണനെ സ്തുതിച്ചു, സകലരും കൃഷ്ണനെ സ്തുതിച്ചു. എന്നിട്ട് അടുത്ത ദിവസം രാത്രി രാസലീലയ്ക്ക് വേണ്ടി കൃഷ്ണൻ കുഴലൂതി, ഓടക്കുഴൽ വായിച്ചു. അപ്പോൾ ഞങ്ങൾ ഗോപികമാർ കൂട്ടത്തോടെ വന്നു. അപ്പോൾ രാധാറാണി ഞങ്ങളുടെ മുന്നിൽ നിന്നു. രാധാറാണി പറഞ്ഞു, ഇന്നത്തെ ദിവസം ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ നിൽക്കണം. അപ്പോൾ പറഞ്ഞു, തീർച്ചയായും. രാധാറാണി ചെന്നപ്പോൾ കൃഷ്ണൻ പതിവ് പോലെ പറഞ്ഞു, വാ നമുക്ക് രാസലീല തുടങ്ങാം. അപ്പോൾ ഏകാനാംശ പറഞ്ഞു, എന്നിട്ട്? അപ്പോൾ രാധാറാണി പറഞ്ഞു, കൃഷ്ണ, ഞങ്ങൾക്ക് നീയുമായി രാസലീല നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. കൃഷ്ണൻ പറഞ്ഞു, അതെന്താണ് നിനക്ക് ഇന്നൊരു പുതിയ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്? കൃഷ്ണ, നീ ഒരു കാളയെ വധിച്ചിരിക്കുന്നു. പശുവും കാളയും നമ്മുടെ പ്രാണനാണ്. കാളയെ വധിച്ചതിനാൽ നിന്നെ പാപം മൂടിയിരിക്കുന്നു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, മണ്ടത്തരം പറയാതെ, അത് കാളയൊന്നുമല്ല, അതൊരു അസുരനാണ്. അപ്പോൾ പറഞ്ഞു, അസുരനായാലും കാളയുടെ രൂപം പൂണ്ടാൽ പിന്നെ അവൻ വിശുദ്ധനാണ്. കാളയെ നീ വധിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നിന്നോടൊത്ത് ഞങ്ങൾ നൃത്തം ചെയ്യില്ല. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അതിന് ഞാനിപ്പോ എന്താ വേണം? ഞാൻ എന്ത് പ്രായച്ചിത്തമാണ് ഇതിനു വേണ്ടി ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളോട് പൗർണമസി ദേവിയും ഗാർഗി ദേവിയും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇത്തരമൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തെ എല്ലാ പുണ്യതീർത്ഥങ്ങളിലും മുങ്ങിക്കുളിക്കണം. കൃഷ്ണ, നീ പോയി ഈ പ്രപഞ്ചത്തിലെ സകല തീർത്ഥങ്ങളിലും മുങ്ങിക്കുളിച്ചിട്ട് നീ തിരിച്ചു വാ കൃഷ്ണ. കൃഷ്ണൻ പറഞ്ഞു, നടക്കുന്ന കാര്യം ഈ ലോകത്തെ മുഴുവൻ തീർത്ഥങ്ങളിലും പോയി മുങ്ങിക്കുളിക്കാൻ. അപ്പൊ രാധാറാണി നോക്കി. ഏകാനാംശ വായും തുറന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ പറഞ്ഞു, രാധേ, ദേ നോക്ക്, ഈ പ്രപഞ്ചത്തിലെ സകല തീർത്ഥങ്ങളും ഇങ്ങോട്ട് വരാൻ പോകുന്നു. അപ്പോൾ ഏകാനാംശ ചോദിച്ചു, പ്രപഞ്ചത്തിലെ സകല തീർത്ഥങ്ങളും ഇങ്ങോട്ടേക്ക് വരികയോ? ഇതെന്താണ്, കൃഷ്ണൻ നുണ പറയുകയാണോ വിശാഖേ? വിശാഖ പറഞ്ഞു, അല്ല, ഞങ്ങൾ നോക്കി നിൽക്കേ അവൻ അവന്റെ ഇടത് കാലെടുത്ത് ഭൂമിയിൽ ആഞ്ഞു ചവിട്ടിയപ്പോൾ ആ പാതാളത്തിൽ നിന്നും വരികയാണ് ഭാഗീരഥി. ശരിക്കും ഭോഗവതി നദി പാതാളത്തിൽ നിന്ന് മുകളിലേക്ക് വരികയാണ്. ഏകാനാംശ പറഞ്ഞു, അയ്യോ, കൃഷ്ണൻ ഒരു കാലെടുത്ത് ചവിട്ടിയപ്പോഴോ? അന്ന് എത്ര വയസ്സുണ്ട്? അപ്പോൾ പറഞ്ഞു, അന്ന് അവന് 12 or 13 വയസ്സാണ്. അവൻ 16 വയസ്സ് വരെ വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബാലൻ അവൻ കാലെടുത്ത് ചവിട്ടിയപ്പോഴോ? അപ്പോൾ വിശാഖ പറഞ്ഞു, അവൻ അസാമാന്യമായ കരുത്താണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അതെ, സർവതീർത്ഥ ദേവതകളെ, എന്റെ തീർത്ഥത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കൂ. അപ്പൊ രാധാറാണി പറഞ്ഞു, അല്ല, നീ ആരടുത്തായി സംസാരിക്കുന്നത്? ഞങ്ങളൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അവർക്ക് പ്രത്യക്ഷമാകൂ. അപ്പോൾ ഏകാനാംശ ചോദിച്ചു, പ്രത്യക്ഷമായോ? അതെ. ആദ്യം ഒരു ദേവൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ സമുദ്രമാണ്, ഉപ്പുകൾ നിറയെ വഹിക്കുന്ന സമുദ്രം. അടുത്ത ആള് വന്നിട്ട് പറഞ്ഞു, ഞാൻ പാലാഴിയാകുന്നു. പാലാഴി ഈ തീർത്ഥത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അടുത്ത ആള് വന്നിട്ട് പറഞ്ഞു, ഞാൻ അമരദർഗിയാണ്. അടുത്ത ആള് പറഞ്ഞു, ഞാൻ ശോന നദിയാണ്. അടുത്ത ദേവത പറഞ്ഞു, ഞാൻ സിന്ധുവാണ്, ഞാൻ താമ്രപർണിയാണ്, ഞാൻ സരസ്വതി നദിയാണ്.
ഞാൻ പുഷ്കര തീർത്ഥമാണ്, ഞാൻ ഗോദാവരിയാണ്, ഞാൻ യമുനയാണ്, ഞാൻ രേവയാണ്, ഞാൻ പ്രയാഗിലെ ത്രിവേണിയാണ്. ഇതൊക്കെ കേട്ട് അമ്പരന്നിരിക്കുകയാണ് ഏകാനാംശ. ഏകാനാംശ പറഞ്ഞു, ഇത്രയും തീർത്ഥങ്ങൾ ഈ അവരുടെ ദേവതമാര് ഒന്നിച്ചു വന്നുവെന്നോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കണ്ടതാണ്, കണ്ടില്ലെങ്കിൽ ഞങ്ങളും വിശ്വസിക്കില്ല. അവരതിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് അപ്പോൾ പറഞ്ഞു, കൃഷ്ണൻ അതിനകത്തിറങ്ങി മുങ്ങിക്കുളിച്ചു. എന്നിട്ട് കൃഷ്ണൻ രാധാറാണിയെ വെല്ലുവിളിച്ചു. അപ്പോൾ കൃഷ്ണൻ രാധയെ വെല്ലുവിളിച്ചു എന്നോ? എന്തിനു വെല്ലുവിളിച്ചു? കൃഷ്ണൻ വലിയ ഗമ കാണിച്ചിട്ട് പറഞ്ഞു, കണ്ടോ? അപ്പോൾ ചോദിച്ചു, കൃഷ്ണൻ ഇങ്ങനെയൊക്കെ ഗമ കാണിക്കുകയും ഇങ്ങനെയൊക്കെ നിങ്ങളുമായി കളിക്കുകയും ഒക്കെ ചെയ്യുമോ? തീർച്ചയായിട്ടും. അപ്പോൾ ഏകാനാംശ പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വിശാഖ ചോദിച്ചു, എന്തുകൊണ്ട്? ഞാൻ കണ്ട കൃഷ്ണൻ എപ്പോഴും വളരെ തിരക്കിലാണ്, വളരെ ഗൗരവത്തിലാണ്, വളരെ തിരക്കിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഈ കൃഷ്ണൻ നൃത്തം ചവിട്ടുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ പറഞ്ഞു, അതെ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, കണ്ട, ഞാനൊരെണ്ണം നിർമ്മിച്ചിരിക്കുന്നത് കണ്ട, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ ഇങ്ങനെ ഒരെണ്ണം നിർമ്മിക്കാനായിട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ വിശാഖ പറഞ്ഞു, എന്നിട്ട് രാധാറാണി ആ വെല്ലുവിളി ഏറ്റെടുത്തു. എന്നിട്ട് ഞങ്ങളുടെ വളകൾ ഊരിയിട്ട് ഈ വന്ന അസുരനുണ്ടല്ലോ അരിഷ്ടൻ, അവന്റെ കുളമ്പ് കൊണ്ട് ചവിട്ടിയ സ്ഥലത്ത് ഒരു ചെറിയ തീർത്ഥം പോലെ വന്നിരുന്നു, ജലമുണ്ടായിരുന്നു. ഞങ്ങൾ അവിടം കുഴിച്ചു. ഞങ്ങളെല്ലാവരും ആ വളകൾ ഊരിയിട്ടാണ് എന്ത് ചെയ്തത്? അവിടമെല്ലാം കുഴിച്ചത്. അതുകൊണ്ട് തന്നെ അതിനെ കങ്കണകുണ്ഠം എന്ന പേരും വിളിക്കും. അപ്പോൾ അതിനകത്ത് ഒരു ജലാശയം, അതേ, അവിടെ ഒരു തടാകം രൂപപ്പെട്ടു. കൃഷ്ണൻ അമ്പരന്ന് പോയി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ തടാകം കുഴിച്ചു, പക്ഷേ നിങ്ങൾ തീർത്ഥങ്ങളെ എങ്ങനെ വരുത്തും? ഒരു കാര്യം ചെയ്തോളൂ, എൻ്റെ തീർത്ഥത്തിലെ വെള്ളം എടുത്തുകൊള്ളൂ. അപ്പോൾ പറഞ്ഞു, രാധാറാണി പറഞ്ഞു, അത് വേണ്ട, കാരണം നീ കുളിച്ചത് കൊണ്ട് അതെന്തായി മാറി? അശുദ്ധമായി മാറി. നിന്റെ പാപമുണ്ട്. ഞങ്ങൾ നേരെ പോയി ആ പർവ്വതത്തിന്റെ ഗോവർദ്ധനത്തിന്റെ താഴ്വരയിൽ നിന്ന് മാനസഗംഗയിലെ ജലം ഞങ്ങൾ ചുമന്നു കൊണ്ടുവന്നുകൊള്ളാം. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, വേണ്ട, ഞാൻ എല്ലാ ദേവന്മാരെയും ഇവിടേക്ക് ആവാഹിക്കാം. അപ്പോൾ തന്നെ ജലത്തില് തീർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ദേവൻ വന്നു. രാധാറാണിയെ താണു വണങ്ങിയിട്ട് പറഞ്ഞു, ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ലക്ഷ്മി ദേവിക്കും പോലും അവിടുത്തെ മാഹാത്മ്യം എന്തെന്നറിയില്ല. അവരുടെ മുമ്പിൽ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ലക്ഷ്മി ദേവിയും പോലും ഒന്നുമല്ല. അവിടുത്തെ മഹത്വം അറിയുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണൻ മാത്രം. അതുകൊണ്ടാണ് ആ സാക്ഷാൽ ശ്രീകൃഷ്ണൻ എപ്പോഴും അവിടുത്തെ സേവിക്കുന്നത്, അവിടുത്തെ പാദങ്ങളെടുത്ത് മടിയിൽ വെച്ച് ചരണ ചെഞ്ചാറ് പുരട്ടുന്നത്. കൃഷ്ണൻ അവിടുത്തെ പാദങ്ങൾ, അവിടുത്തെ വിരലുകൾ തലോടുന്നത് ആ മഹാഭാഗ്യമെന്ന് കരുതുന്നു. എപ്പോഴെങ്കിലും അവിടുന്നൊന്ന് വിയർത്താൽ ആ വിയർപ്പുകൾ കൃഷ്ണൻ ഒപ്പിയെടുക്കുന്നു. അവിടുത്തെ സേവിക്കുന്നത് മഹാഭാഗ്യമെന്ന് കൃഷ്ണൻ കരുതുന്നു. കൃഷ്ണൻ പോലും അങ്ങനെ കരുതണമെങ്കിൽ ദേവി വൃഷഭാനുനന്ദേ, അവിടുന്ന് ആരാണ്? അതുകൊണ്ട് ഞങ്ങളെ ഈ തീർത്ഥത്തിൽ പ്രവേശിക്കാൻ അനുഗ്രഹിക്കണം. അത് മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ രാധാറാണി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയാകട്ടെ. ഏകാനാംശ പറഞ്ഞു, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. തീർത്ഥം, ദേവന്മാര്, അപ്പോൾ ഈ കൃഷ്ണനും രാധയും മനുഷ്യനോ ദേവനോ? വിശാഖ ഒരു നിമിഷം നിന്നിട്ട് പറഞ്ഞു, എന്തിന് സംശയിക്കുന്നു? ഒന്ന് ഞങ്ങൾ തീർത്തു പറയാം, ഞങ്ങളുടെ രാധാറാണി ദേവത തന്നെയാണ്, കൃഷ്ണൻ ദേവനുമാണ്, അതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ വിശാഖ പറഞ്ഞു, അങ്ങനെ ആ തീർത്ഥം രൂപം കൊണ്ടപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇത് രാധാകുണ്ടെന്നറിയപ്പെടും. ഈ രാധാകുണ്ട് അങ്ങേയറ്റം വിശിഷ്ടമായിരിക്കും.
ഈ രാധാകുണ്ടിൽ ആരാണോ മുങ്ങിക്കുളിക്കുന്നത് അവർ എനിക്ക് പ്രിയപ്പെട്ടവരായിരിക്കും. അവർ എനിക്ക് ശ്യാമകുണ്ടിൽ മുങ്ങിക്കുളിക്കുന്നവരെക്കാൾ പ്രിയപ്പെട്ടതായിരിക്കും. കാരണം രാധ എനിക്ക് അത്രത്തോളം പ്രിയങ്കരിയാണ്. അപ്പോൾ രാധാറാണി പറഞ്ഞു, ആരാണോ ശ്യാമകുണ്ടിൽ മുങ്ങി നിവരുന്നത് അവര് എനിക്കും പ്രിയപ്പെട്ടവരായിരിക്കും കൃഷ്ണ. ഇനി ഒരു കാര്യം എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞു തരാം. അതിതാണ്, രാധാറാണിയെ കാണുമ്പോൾ കൃഷ്ണന്റെ ശരീരം ഉരുകിത്തുടങ്ങും പ്രണയം കൊണ്ട്. രാധാറാണിയെ കണ്ടു കഴിയുമ്പോൾ കൃഷ്ണന്റെ ശരീരം പ്രണയം കൊണ്ടുരുകും. അത് ഉരുകി 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 ജലമായി മാറിയതാണ് ശ്യാമകുണ്ട്. അതേ കണക്ക് കൃഷ്ണനെ കാണുമ്പോൾ രാധാറാണിയുടെ ശരീരം പ്രണയം കൊണ്ടുരുകും. അങ്ങനെ ഉരുകി 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 ജലമായി മാറിയതാണ് രാധാകുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വൃന്ദാവനത്തിൽ പോകുമ്പോൾ ഇത് മനസ്സിൽ വെച്ചേക്കണം. രാധാകുണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ അത് രാധാറാണിയുടെ ശരീരമാണത്. അത് രാധാറാണിയുടെ ശരീരമാണ്. അല്ലാതെ നിങ്ങൾ രാധാകുണ്ട് രാധാറാണിക്ക് പ്രിയപ്പെട്ടത് അതുകൊണ്ട് ഇത് പുണ്യം എന്ന മട്ടിലല്ല അവിടെ ഇറങ്ങേണ്ടത്. നിങ്ങൾ രാധാകുണ്ടിൽ ചെന്നാൽ എൻ്റെ രാധാമ്മയുടെ ശരീരം, എൻ്റെ രാധാമ്മയുടെ ശരീരമാണിത്. ആ ശരീരത്തിൽ തൊട്ട് തലോടാൻ കിട്ടുന്ന അവസരമാണിത്. ആ രാധാകുണ്ടിൽ ഇങ്ങനെ ജലത്തിൽ ഇങ്ങനെ തലോടുന്ന അമ്മേ, എൻ്റെ രാധാറാണി അമ്മയെ അമ്മയുടെ ശരീരത്തിൽ തൊടുകയാണ് ഞങ്ങൾ. അമ്മയുടെ ശരീരത്തിൽ തൊടുകയാണ് ഞങ്ങൾ. എന്ത് ഭാഗ്യം ചെയ്തവര്, ഞങ്ങൾ എന്ത് ഭാഗ്യം ചെയ്തവര് എന്ന മട്ടിൽ വേണം നിങ്ങൾ രാധാകുണ്ടിൽ ഇറങ്ങാൻ. ഇനി പോകുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തിരിക്കണം. ഏകാനാംശ ഇതൊക്കെ കേട്ടിട്ട് അമ്പരന്നിരിക്കുകയാണ്. അപ്പൊ ഏകാനാംശ വിശാഖയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് രാധാകുണ്ടിൽ മുങ്ങണം വിശാഖേ, എനിക്ക് രാധാകുണ്ടിൽ മുങ്ങണം. വിശാഖ പറഞ്ഞു, വരൂ രാധാകുണ്ടിൽ മുങ്ങാം. വിശാഖ ഏകാനാംശയുടെ കൈകളും പിടിച്ച് രാധാകുണ്ടിന്റെ അടുക്കലേക്ക് പോയി. ഏകാനാംശ ആ രാധാകുണ്ടിന്റെ അടുക്കൽ നിന്നു, അതിലേക്ക് നോക്കി. അപ്പോൾ പറഞ്ഞു, നോക്കൂ, ഓം രാധായേ സ്വാഹ എന്ന് 3 തവണ ജപിക്കൂ എന്ന് വിശാഖ പറഞ്ഞു. അപ്പോൾ ഏകാനാംശ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. അപ്പോൾ ഏകാനാംശയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശംഖനാദം മുഴങ്ങി. എവിടെ നിന്ന് ആരെന്നറിയില്ല, ശംഖനാദം മുഴങ്ങി. എങ്ങും മണിയടികൾ കേട്ടു. അപ്പോൾ വിശാഖ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. അപ്പോൾ അമ്പരൻ ഏകാനാംശം നോക്കി. അപ്പോൾ പറഞ്ഞു, ഇത് കൃഷ്ണൻ പോലും ജപിക്കുന്ന അപാരമായ മന്ത്രമാണ്. അപ്പൊ ഏകാനാംശ പറഞ്ഞു, കൃഷ്ണൻ മന്ത്രം ജപിക്കുമോ? അതേ, കൃഷ്ണൻ മന്ത്രം ജപിക്കും. കൃഷ്ണൻ ജപിക്കുന്ന ഏക മന്ത്രം ഇതാണ്. ഇങ്ങനെ നൃത്ത ചുവടുകളോടുകൂടി പറഞ്ഞാൽ മാത്രമാണ് രാധാറാണിക്ക് പ്രിയം. കാരണം നൃത്തപ്രിയനാണ് കൃഷ്ണൻ, നൃത്തപ്രിയയാണ് രാധ. അതുകൊണ്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, നൃത്തം വെച്ച് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് വേണം രാധാകുണ്ടിലിറങ്ങാൻ. ഇവിടുന്ന് വൃന്ദാവനത്തില് രാധാകുണ്ട് കാണാൻ പോയിട്ടുള്ളവര് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്യണം. രാധാറാണിന്റെ കുണ്ടിന്റെ കരക്കിരുന്ന് 3 തവണ നിങ്ങൾ ഓം രാധായേ സ്വാഹ പറയണം. അതിനുശേഷം ലജ്ജ കൈവിട്ടത് ചെയ്യണം. അല്ലാതെ അവിടൊക്കെ ആളുകൾ ഇരിക്കുന്നല്ലോ, ഇവിടൊക്കെ ആളുകൾ ഇരിക്കുന്നല്ലോ, അങ്ങനല്ല ചെയ്യേണ്ടത്. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ രാധാകുണ്ടിൽ ചെന്ന് 3 തവണ ഓം രാധായേ സ്വാഹ പറഞ്ഞതിന് ശേഷം ലജ്ജ കൈവിട്ട് നൃത്തം ചവിട്ടിക്കൊണ്ട് ചെയ്യണം. അതാണ് വേണ്ടത്. ഇനിയെങ്കിലും അങ്ങനെ ചെയ്യും. അപ്പോൾ മാത്രമേ നിങ്ങൾ വൃന്ദാവനത്തിൽ പോയത് പൂർണ്ണമാകൂ. നിങ്ങളിപ്പോൾ 50ഓ 60ഓ വട്ടം പോയിട്ടുണ്ടെങ്കിലും ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ യാത്ര പൂർണ്ണമായിട്ടില്ല. ഇനിയുമുണ്ട്.
ചെല്ലൂ, ചെന്ന് യാത്ര പൂർണ്ണമാക്കൂ. ഒരുപക്ഷെ ഈ വീഡിയോ കേൾക്കുന്ന ഇതിനു മുമ്പ് വൃന്ദാവനത്തിൽ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി രാധാറാണി എന്നിലൂടെ പറഞ്ഞു തരികയായിരിക്കാം. അതായിരിക്കാം കാരണം നിങ്ങൾ എത്ര തവണ എന്നെ കാണാൻ വന്നു, പക്ഷേ പൂർണ്ണമായില്ലല്ലോ. എൻ്റെ മോൻ പറയുന്നത് കേൾക്കൂ, അവനിലൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഏകാനാംശ ഒരിക്കൽ കൂടി ഏകാനാംശ പറഞ്ഞു. ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഏകാനാംശ ജലത്തിലേക്ക് എടുത്തു ചാടി. ആ ജലത്തിൽ 3 തവണ മുങ്ങി നിവർന്നു. 3ാമത്തെ തവണ മുങ്ങിയപ്പോൾ ഏകാനാംശ അത്ഭുതപ്പെടുകയാണ്. ഏകാനാംശ അത്ഭുതപ്പെടുകയാണ്. തൻ്റെ രൂപം മാറുകയാണ്. തൻ്റെ രൂപം മാറുകയാണ്. താൻ മറ്റൊരാളായി മാറുകയാണ്. താൻ മറ്റൊരാളായി മാറുകയാണ്. ഏകാനാംശ അമ്പരന്ന് പോയി. ആരാണ് താൻ? തനിക്ക് പറ്റിയ മാറ്റങ്ങൾ, തനിക്ക് പറ്റിയ മാറ്റങ്ങൾ. ഇത് തൻ്റെ രൂപമല്ല, ഇത് തൻ്റെ രൂപമല്ല. ആരാണ്? അപ്പോൾ തൻ്റെ മുന്നിൽ നിരന്ന് നിൽക്കുന്നവരെ കണ്ട് ഏകാനാംശ അമ്പരന്ന് പോയി. രാധാകുണ്ടിൽ മുങ്ങിയ ഏകാനാംശ ആരായി മാറി? ഏകാനാംശ ആരായി മാറി? ഏകാനാംശ ആരെയാണ് കണ്ടത്? കാത്തിരിക്കൂ, അടുത്ത ചൊവ്വാഴ്ച എൻ്റെ രാധാറാണി അനുഗ്രഹിച്ചാൽ ഞാൻ വരും. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.